2021 നടത്തിയ 10th പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2021. ആദ്യത്തെ ചോദ്യം, അയ്യങ്കാളി ജനിച്ച ദിവസം. അയ്യങ്കാളി ജനിച്ചത് 1763 ഓഗസ്റ്റ് 28-നാണ് ജനിച്ചത്. 1763 ഓഗസ്റ്റ് 28-ന്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. ജന്മഗൃഹം പ്ലാവത്തറ വീട്. വീട്ടുപേരെന്താണ്? പ്ലാവത്തറ വീട്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ്. 1905-ലാണ് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരാണ്? അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1907-ലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് എപ്പോഴാണ്? 1893-ലാണ്. കല്ലുമാല സമരം നടത്തിയ വർഷം 1915. അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത് 1915-നാണ്. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്ന ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിലെ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്ന ആരാണ്? വൈകുണ്ഠ സ്വാമികള്. സമത്വ സമാജം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1836 സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച 1836. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികള്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ചോദ്യം, അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയതാര്? അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയതാരാണ്? ആർ പാർവതി ദേവിയാണ്. കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയാരാണ്? അക്കാമ ചെറിയാൻ അല്ലെ. കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. 1938 രാജധാനി മാർച്ച് നയിച്ചതാരാണ്? അക്കാമ ചെറിയാന്. ദേശസേവിക സംഘം സ്ഥാപിച്ചതാരാണ്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നും കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാന്റെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരം. അടുത്ത ചോദ്യം, ആഗമാനന്ദ അന്തരിച്ച വർഷം. ആഗമാനന്ദ അന്തരിച്ച വർഷം 1961. ആഗമാനന്ദ സ്വാമികൾ എപ്പോഴാണ് അന്തരിച്ചത്? 1961. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. അടുത്ത ചോദ്യം, 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് അയ്യങ്കാളി. പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇസ്രാ ഡേവിഡ്. അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇസ്രാ ഡേവിഡ്. അയ്യങ്കാളിയുടെ സ്മാരകം ചിത്രകൂടം. അയ്യങ്കാളിയുടെ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ചിത്രകൂടം. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചു അല്ലെ. ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികള്. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിലെ ആദ്യത്തെയാളാണ്. രാജാധികാരത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. രാജാധികാരത്തെ എതിർത്ത
സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് വൈകുണ്ഠ സ്വാമികള്. ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മ. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അല്ലെ. പഴശ്ശി കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? പഴശ്ശിരാജാവാണ്. പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതായിരുന്നു? ഗറില്ല യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഒളിപ്പോർ യുദ്ധം അല്ലെ. പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതാണ്? ഗറില്ല യുദ്ധങ്ങളാണ്. പുരളി ശമൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജാവാണ്. കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജാവാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? പുരളിമല, കണ്ണൂര്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? പുരളിമല, കണ്ണൂര്. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം എപ്പോഴാണ് തുടങ്ങിയത്? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത്. ഇതിന്റെ ഇടനിലക്കാരനായിട്ട് നിന്നതാരായിരുന്നു? ചിറക്കൽ രാജാവാണ്. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്നതെന്ന്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ആരായിരുന്നു കുണ്ടറ വിളംബരം നടത്തിയത്? വേലുത്തമ്പി ദളവ അല്ലെ. പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ കൊല്ലത്തെ കുണ്ടറയിൽ വെച്ച് നടത്തിയ പ്രസ്താവനയാണ് കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. അടുത്ത ചോദ്യം, ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്നാണ്? 1859 ജൂലൈ 26 ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്നാണ്? 1859 ജൂലൈ 26. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെട്ട സമരമാണ് ചാനാർ ലഹള. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെട്ട സമരം ഏതാണ്? ചാനാർ ലഹള. ഇതിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകനാരാണ്? ചാനാർ ലഹളയിലെ ഉൾപ്പെട്ട നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാനാർ ലഹള. അടുത്ത ചോദ്യം, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങൾ എത്രയാണ്? 32 അല്ലെ. സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ശ്വാസകോശം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് എന്ത്? പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം എന്താണ്? പ്ലൂറയാണ്. അടുത്ത ചോദ്യം, രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവി. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്?
വില്യം ഹാർവിയാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. രക്തത്തിലെ ഘടകങ്ങൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ, ജലം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഛർദി, തുമ്മല്, ചുമ ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്.